എൻ്റെ സ്ട്രാറ്റജി വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ്, കട്ട് ഓഫിനേക്കാൾ എത്ര കൂടുതൽ മേടിക്കണം നമുക്ക് ജോലി കിട്ടാൻ. അപ്പോൾ SSC എക്സാമുകളെ സംബന്ധിച്ച് നമ്മളുടെ PSC എക്സാം പോലെയല്ല. നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിലിംസ്, ഞാൻ CGLൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ CGL 2025 ഇപ്പോൾ പ്രിലിംസ് നിങ്ങൾ എഴുതിയെന്ന് വെച്ചോ, പ്രിലിംസ് അല്ലെങ്കിൽ Tier 1 നിങ്ങൾ എഴുതി. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് ആണെങ്കിൽ ജനറലിൻ്റെ കട്ട് ഓഫ് 200-ൽ 150 ആണെന്ന് വെച്ചോ. നോർമലൈസ്ഡ് മാർക്ക് എല്ലാ ഷിഫ്റ്റിനെയും എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഹാർഡ്നെസ് ഒക്കെ നോക്കിയിട്ട് നോർമലൈസ് ചെയ്ത ഒരു മാർക്ക്, അത് 150 ആണെന്ന് വെച്ചോ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാടുള്ള ഷിഫ്റ്റിലുള്ളവർക്ക് എളുപ്പമുള്ള ഷിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി മാർക്ക് എന്ത് ചെയ്യും, അധികം കൊടുക്കും. അതിനെ സെറ്റാക്കുന്നതിനാണ് തന്നെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 150 കട്ട് ഓഫ് എങ്കിൽ നിങ്ങൾ 150-ൽ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആവും. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രിലിംസിലെ മാർക്ക് പിന്നെ നോക്കുന്നില്ല. ഇനി അടുത്ത സ്റ്റേജ് മെയിൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, Tier 2. അപ്പോൾ അത് നമുക്ക് 390-ലാണ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ക്വാളിഫയിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്പ്യൂട്ടർ ക്വാളിഫൈ ആവുന്നു. Tier 2-ൽ ഒരു 390-ൽ പല പോസ്റ്റിനും പല മാർക്കായിരിക്കും വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ചോദിക്കും, ഈ എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കും, പോസ്റ്റ് പ്രിഫറൻസ് ചോദിക്കും, ഏത് പോസ്റ്റ് വേണം. 45ഓളം പോസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉണ്ട്, GSTയിൽ ഇൻസ്പെക്ടർ ഉണ്ട്, കസ്റ്റംസ് ഇൻസ്പെക്ടർ ഉണ്ട്, അങ്ങനെയുള്ള പോസ്റ്റുകളുണ്ടെന്ന് വെച്ചു, ടാക്സ് അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന് നമുക്ക് ഫൈനലായിട്ട് വരുന്ന ഒരു കട്ട് ഓഫ് അവരെന്ത് ചെയ്യും, പറയും. അവർ പറയും നിങ്ങൾ ഇതിൽ 330 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. GST ചിലപ്പോൾ 320 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം. TA ചിലപ്പം 300 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 310 മാർക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മാർക്കും നോക്കും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളൊരു പ്രിഫറൻസ് കൊടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ചോദിച്ച ആൾ എത്ര, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തേക്കുന്നത്, രണ്ടാമത്തെ പ്രിഫറൻസ് GST ആണ്, മൂന്നാമത്തെ പ്രിഫറൻസ് TA ആണെന്ന് വെച്ചോ, ടാക്സ് അസിസ്റ്റൻ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ ആ പുള്ളിക്കാരന് ചോദിച്ച ആൾക്ക് എത്ര മാർക്കുണ്ട്, ഒരു 325 മാർക്കുണ്ടെന്ന് വെച്ചോ. അപ്പോൾ 325 മാർക്കുള്ള ആൾക്ക് 330 കട്ട് ഓഫുള്ള പോസ്റ്റിൻ്റെ ജോലി കിട്ടുമോ? ഇല്ല, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കിട്ടത്തില്ല. GST ആണ് അടുത്ത് കൊടുത്തത്, GST ആണ് അടുത്ത് കൊടുത്തത്, 325 മാർക്കുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ GST ആണ് കൊടുത്തതെങ്കിൽ 320 മാർക്ക് മതി എന്ത് ചെയ്യാൻ, GSTയിൽ ജോലി കിട്ടാൻ. 325 ആൾക്ക് എന്ത് കിട്ടും, GST കിട്ടും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ TA ആണ് കൊടുത്തതെന്ന് വെച്ചോ, TA രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 325 മാർക്കുണ്ട്, 310 കൂടുതൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ താഴോട്ടുള്ള എല്ലാ ഓപ്ഷനും എന്താവും, കട്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടാക്സ് അസിസ്റ്റൻ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസും എന്ത് ചെയ്യും, നമ്മുടെ ഏത് ജോലി കിട്ടണം എന്നുള്ളതിനെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ മിനിമം ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് കാണും, ഏറ്റവും മിനിമം കട്ട് ഓഫുള്ള 390-ൽ ചിലപ്പോൾ 250 മാർക്കായിരിക്കും ലാസ്റ്റ്, 270, 290 വെച്ചോ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിരിക്കും, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ പരിപാടി.